സത്യ ചേച്ചിയെ ഞാൻ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ ആഗ്രഹം. കേരളത്തിൽ ഏറ്റവും ആദ്യത്തെ ട്രാൻസ്ജെൻഡർ നടത്തുന്ന ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓണറാണ് സത്യ ചേച്ചി. എങ്ങനെയുണ്ടായിരുന്നു ശുചിയുമായിട്ടുള്ള എക്സ്പീരിയൻസും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ? സന്തോഷം തോന്നുന്നു, ഭയങ്കര സന്തോഷം. എനിക്ക് അവിടെ വന്നിട്ട് ശരിക്കും ഡാൻസ് കണ്ടിട്ട് കരച്ചിൽ വരുമായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് വേദനകൾ ആ ഒരു ഡാൻസിലൂടെ കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി, സങ്കടം വന്നിട്ട് നന്നായി ചെയ്തു. പഠിപ്പിച്ചു കൊടുത്ത പോലെ തന്നെ ചേച്ചിക്ക് അവന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ കൂടുതലായിട്ടും എന്താ റിലേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്? എനിക്ക് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്തത് വീട്ടുകാരെന്നെ ഒരുപാട് മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ കൂട്ടുകാർ കാണിച്ച ആ ഒരു ഉപദ്രവമൊക്കെ ഞാൻ ഒരുപാട് നേരിട്ടിട്ടുള്ളതാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും എന്നെ ഇതേപോലെ ഒരുപാട്, ഞാൻ സൈക്കിളോട്ടിൽ പോകുമ്പോൾ എന്നെ പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ എന്നെ കളിയാക്കുക, എന്നെ മോശമായ പേര് വിളിക്കുക, ഇതൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ്. അത് കണ്ടപ്പോഴേക്ക് എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ഭയങ്കര വിഷമം തോന്നി. ആ ഒരു കാര്യം ഞാൻ ഒട്ടും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് അതെല്ലാം. അതൊക്കെ എനിക്ക് എന്തോ ലൈഫിലെ ആ കടന്നുപോയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. ഭയങ്കര വിഷമമായിപ്പോയി. ചേച്ചിക്ക് വലിയൊരു കയ്യടിയുണ്ട്. ഇവനിലൂടെ ചേച്ചിക്ക് അധികം ഓർക്കാൻ താല്പര്യമില്ലാത്ത കാര്യമാണെങ്കിൽ കൂടി എല്ലാരെയും കാണിച്ചു കൊടുക്കാനായിട്ട് അത് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. വലിയൊരു കയ്യടി. മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഇപ്പം ഒരു ഡാൻസ് എന്റർപ്രൈസ് അത് സ്വന്തമായിട്ട് നടത്തി കൊണ്ടുപോകാൻ സാധാരണ രീതിയിലുള്ള ആൾക്കാർക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ എന്ന നിലയിൽ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ചേച്ചി ഫേസ് ചെയ്യുന്നത്? ഞാൻ ഈ ഡാൻസ് സ്കൂൾ തുടങ്ങാൻ ഒരു വലിയൊരു കാരണമുണ്ട്. കാരണം ഞാനൊരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, സ്കൂളിൽ ഞാൻ പേര് പറയുന്നില്ല, ആ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിനകത്തേക്ക് കൺവേർട്ട് ആവുന്നത്. അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ അധ്യയന വർഷം തുടങ്ങിയപ്പോൾ ചെന്നു. അപ്പോൾ അവിടുത്തെ സിസ്റ്റർ, ഗവൺമെൻറ് സ്കൂളാണ്, അവിടുത്തെ സിസ്റ്ററിനോട് പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വരരുത്, കുട്ടികൾക്ക് അത് ഇഷ്ടമാവില്ല, പേരൻസ് അത് എങ്ങനെ എടുക്കും എന്നറിയില്ല, ടീച്ചേഴ്സിന് താല്പര്യമില്ല, ഇങ്ങോട്ട് വരരുത് എന്നും പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അവിടെ നിന്ന് എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, അച്ഛനോടും അമ്മയോടും പറഞ്ഞു എനിക്കൊരു ഡാൻസ് സ്കൂൾ തുടങ്ങണം. അങ്ങനെ ഞാൻ അച്ഛനോടും പറഞ്ഞു അമ്മയോടും പറഞ്ഞിട്ട് ഞാൻ സ്വന്തമായ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങി. സ്കൂൾ തുടങ്ങുമ്പോൾ എനിക്ക് ആകെ 2 കുട്ടികളുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവിടെ 65ഓളം കുട്ടികളുണ്ട് പഠിക്കുന്നത്. നല്ല രീതിയിൽ പുത്തൻകുരിശ്, നമ്മുടെ തൃപ്പൂണിത്തുറയിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് പോകുന്ന വഴി പുത്തൻകുരിശാണ് എൻ്റെ ഡാൻസ് സ്കൂളുള്ളത്. അവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയൊരു ഡാൻസ് സ്കൂളായി മാറിയിട്ടുണ്ട്.